ഫ്രണ്ട്സ്, ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉപ്പേരി കപ്പയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം വളരെ ഇഷ്ടമുള്ള ഉപ്പേരി കപ്പ വറുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരി കപ്പയാണ്. അതിനായിട്ട് കുറച്ച് കപ്പ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഈ പാകത്തിന് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമ്മളിത് ഒരു കുക്കറിലിട്ട് ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയും ചെയ്യാവുന്നതാണ്. കപ്പ വേവിക്കുന്നതിനായിട്ട് ഞാനൊരു ചെറിയ കുക്കർ എടുത്തിരിക്കുന്നു. നമുക്ക് അതിലേക്ക് കപ്പ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഉപ്പേരി കപ്പയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നന്നായി ഉണക്കിയെടുക്കുകയാണെങ്കിൽ എത്ര കാലം വരെയും കേടുകൂടാതെ ഇരിക്കും. മഴക്കാലത്തൊക്കെ നമുക്ക് ഇത് വറുത്ത് കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. ഈ കപ്പ ഏകദേശം ഒരു 1.5 കിലോയോളം വരും. അപ്പോൾ അതിനാവശ്യമായ ഉപ്പാണ് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പയ്ക്കൊരു നല്ല നിറം കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കപ്പ വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ സ്റ്റവിൽ വെച്ച് ഒരു വിസിൽ കേട്ടാൽ മതിയാകും. എന്നിട്ട് അതിന് കുറച്ച് പ്രഷർ കൂടി കളയേണ്ടതുണ്ട്. കാരണം ഈ കപ്പ ഏകദേശം ഒരു 75% വെന്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാം. കപ്പ കുക്കറിൽ വേവിച്ചെടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ ഞാനിത് വാങ്ങി വച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ പ്രഷർ കുറേ കളയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഞാൻ ഉദ്ദേശിച്ച പാകം തന്നെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഉപ്പേരി കപ്പ കുക്കറിൽ വേവിച്ച് വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് തണുത്ത് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇത് ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കണം. ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് എടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇതിന് ഒരു 2 ദിവസത്തെ ഉണക്കെങ്കിലും വേണം. ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണങ്ങിക്കിട്ടും. കപ്പ നമ്മൾ ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് ഞാൻ നല്ല വെയിലുള്ള ഒരു ഭാഗത്ത് കൊണ്ട് വയ്ക്കുകയാണ്. ഇപ്പോഴത്തെ വെയിലിന് നല്ല ചൂടുള്ളത് കൊണ്ട് 2 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടുന്നതാണ്. കപ്പ വെയിലത്ത് ഉണക്കാൻ വെച്ചത് ഈ പാകത്തിനായിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഇത് 2 ദിവസം കൊണ്ട് തന്നെ ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഉണക്കി കൊണ്ടുവന്നിരിക്കുന്ന കപ്പ നമുക്ക് എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായി മൂക്കട്ടെ. ഈ കപ്പ വറുത്ത് ഉപയോഗിക്കുന്നത് കൂടാതെ നമുക്ക് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി നമുക്ക് ഉലർത്തി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുഴച്ച് വേവിച്ച് നമുക്ക് മീൻകറിയോടൊപ്പം കഴിക്കാനും നല്ലതാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണം ഇത് വളരെ കാലം കേടുകൂടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നന്നായി മൂക്കട്ടെ. കപ്പ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. ഈ പാകത്തിന് മൂക്കണം. നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ഉപ്പേരി കപ്പ നമ്മളിതാ വെളിച്ചെണ്ണയിലിട്ട് എല്ലാം വറുത്ത് കോരിയെടുത്തിരിക്കുന്നു. ഇത് ചായയോടൊപ്പം കറുമുറ കഴിക്കാൻ വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്നോ, നല്ല മഴക്കാലത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് ഉപ്പേരി കപ്പ വറുത്തതും സംസാരിക്കാൻ കുറച്ച് 3-4 ആളുകളും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് രസമായിരിക്കുമെന്നോ. നിങ്ങൾ കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമല്ലോ.